മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഹമാസിന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. ജനുവരി 20 മുമ്പ് ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ അമേരിക്കയുടെ ഫയർ പവർ എന്താണെന്ന് ഹമാസ് അറിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 മുമ്പ്, അതായത് താൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് എല്ലാ ബന്ദികളെയും വിട്ടയച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ ഇസ്രായേലല്ല അമേരിക്കയുടെ സർവ്വശക്തിയും ഹമാസിനെതിരെ ഉപയോഗിക്കുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണം കരുതാൻ. ഇക്കാലം അത്രയും ഈ ഗസയിൽ നടക്കുന്ന ആ ഒരു സംഘർഷത്തിൽ നേരിട്ട് അമേരിക്ക ഇടപെട്ടിരുന്നില്ല. ഇസ്രായേലിന് പിന്തുണയും മറ്റുമൊക്കെ നൽകുമെങ്കിലും നേരിട്ട് ഇടപെട്ടിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഹമാസ് ഈ ജനുവരി 20 മുമ്പ് പിടികൂടിപ്പെട്ട ബന്ദികളെ, ഹമാസ് പിടിച്ച ഇസ്രായേൽ അമേരിക്കൻ ബന്ദികളെ വിട്ട് കിട്ടണം, അവരെ വിട്ട് കൊടുത്തില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു ഇസ്രായേൽ അമേരിക്കൻ പൗരൻ, ബന്ദിയാക്കപ്പെട്ട ഒരു ഇസ്രായേൽ അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടത്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇപ്പോൾ ഈ ട്രംപിൻ്റെ പ്രസ്താവന നമ്മൾ കാണേണ്ടത്. ഏതായാലും അമേരിക്ക അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ട്രംപ് ഇസ്രായേലിന് വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്. അതിൻ്റെ ഒരു ബാക്കിയായി തന്നെ കാണണം. ഈ അടുത്ത സമയങ്ങളിലൊക്കെ അമേരിക്ക വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, ഒരു മധ്യസ്ഥ ശ്രമമൊക്കെ നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ ഹമാസ് പിൻവാങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. ആ പിൻവാങ്ങുന്ന ഹമാസ് ബന്ദികളെ ജനുവരി 20 മുമ്പ് വിടണം എന്ന് തന്നെയാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്.